എന്നിട്ടും നമ്മുടെ കുട്ടിച്ചാത്ത മച്ചാൻ ഫ്രണ്ടിൽ ഇരിക്കണ ആഴ്ചയാണ് നിങ്ങൾ കാണാൻ പറ്റും. 3:22 ചെറിയ നട്ടലിനൊക്കെ ഒടിവൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8ന്റെ നമ്മുടെ വണ്ടിയിൽ കുട്ടിച്ചാത്താൻ കിടന്ന് ഉറങ്ങണേയുള്ള 134 ട്രിപ്പാണ് ഞാൻ എടുത്തേക്കണത്. എന്തോ വണ്ടി ഇടിച്ചിട്ടാ മൊത്തം പ്രശ്നമാണല്ലോ. ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? കുറെ നാളുകൾക്ക് ശേഷം, അതായത് ഒരു 10-12 ദിവസം കൊണ്ടായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പൊ 10 ദിവസത്തിന് ശേഷം ഊബർ ഞാൻ ഇന്നാണ് ഓണാക്കാൻ വേണ്ടി പോകുന്നത്. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഇന്ന് നമുക്കൊരു വീഡിയോ സെറ്റ് ആകാം. ഇന്നത്തെ എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 രൂപയാണ്. ഇന്നത്തെ ദിവസം നടക്കുന്ന രസകരമായ കാഴ്ചകളൊക്കെ ചേർത്തണക്കൊണ്ടുള്ള വീഡിയോ ആയിരിക്കോട്ടാ മച്ചാമ്മരെ ഇത്. അപ്പോൾ മച്ചാമ്മരെ, കൊച്ചി റൈഡറിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാ മച്ചാന്മാർക്കും നന്ദിയുണ്ട് കേട്ടാ. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ സ്ഥിരം സ്പോട്ടായ നമ്മുടെ പേര് ജംഗ്ഷനിലേക്ക് പോവാം. അവിടെ നമുക്ക് ഊബറും കാര്യങ്ങളൊക്കെ ഓണാക്കാം. എന്നിട്ട് ബാക്കി വീഡിയോയിലുണ്ടാവട്ടെ. ഗൈസ്, അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുണ്ടോ. ഊബറും ഓലയും യാത്രയൊക്കെ നമുക്ക് ഓണാക്കാം കേട്ടോ. ഇതിൽ ഞാൻ ഓടിയിട്ടേ ഇല്ല കേട്ടോ. ശോകമാണ്, ഓടിയിട്ടില്ല. ഈ മാസം ഞാൻ ഒരു പ്രാവശ്യം എന്തോ ഓണാക്കിയിട്ടുള്ളത്. ഓലയും ഓണാക്കിയേക്കാം. ഞാൻ വിചാരിച്ചു ഇതിലേക്ക് ഏതെങ്കിലുമൊക്കെ എന്നെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാവുമെന്ന്. പക്ഷെ ഒന്നും ബ്ലോക്ക് ആക്കിയിട്ടൊന്നുമില്ല കേട്ടോ. സോ നമുക്കെന്തായാലും ഓണാക്കിയേക്കാം കേട്ടോ. ഒന്നിനും പൈസയൊന്നും കൊടുക്കാനില്ലെന്ന് തോന്നുന്നു. ഓക്കെ, യാത്രയിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ 3 ആപ്പാണ് ഉപയോഗിക്കണത് ഓൺലൈൻ ഡ്രൈവിങ്ങിന് വേണ്ടി. സോ നമുക്ക് ആരൊക്കെ ട്രിപ്പ് തരും എന്നൊക്കെ നമുക്ക് നോക്കാം. എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു 2000 രൂപ ടാർഗറ്റ് വെച്ചേക്കണത്. പക്ഷേ 2000 രൂപയൊക്കെ എത്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഓട്ടമുണ്ടോ ഓട്ടമില്ലേ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം കേട്ടോ. പിന്നെ CNG 3 ഘട്ടമേ ഉള്ളൂ കേട്ടോ, പെട്രോളിൽ 1 ഘട്ടമേ ഉള്ളൂ. സോ CNG അടിക്കാം നമുക്ക്. CNG അടിച്ച് ഫുള്ളാക്കി ഇട്ടേക്കാം. കാരണം ഓട്ടം എങ്ങോട്ടേക്കാണെന്നൊന്നും പറയാൻ പറ്റില്ല. സോ CNG പമ്പ് എടുത്ത് എത്തണ സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് എന്തായാലും CNG അടിച്ച് ഫുള്ളാക്കിയേക്കാം കേട്ടോ. ഓക്കെ, യാത്രയും ഞാൻ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ഗൈസ്, ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് 7-ാം തീയതി ഉണ്ടോ, 10ാം മാസം, അതായത് തിങ്കളാഴ്ച. ഗൈസ്, ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. പള്ളിമുക്കിലേക്ക് അടിച്ചേക്കണത്. അപ്പോൾ ആദ്യം പോയി പിക്ക് ചെയ്യാം. ഊബർ തന്നെ ഉണ്ടോ, നമുക്ക് ആദ്യം ഓട്ടം തന്നേക്കണം. എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ. ഗൈസ്, നമുക്ക് 330 റുപ്പീസ് കിട്ടിയിട്ടാ. 3 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നുണ്ട് ഇവരെ പോയി പിക്ക് ചെയ്യാൻ വേണ്ടി. മെഡിക്കൽ റെസ്റ്റിന് അവിടെ ഉണ്ടായി നിൽക്കുന്നത്. ഞാൻ വണ്ടി ഒന്ന് ഒതുക്കട്ടെ, ബാക്കി കഥ അപ്പം പറയാം. ഗൈസ്, നമുക്ക് കടവന്തരയിൽ പോയി CNG അടിച്ചിട്ട് വരാം കേട്ടോ. കാരണം ഇവിടെ നമുക്ക് പമ്പുണ്ട്. ഇനി ചിലപ്പോൾ ഓട്ടം കിട്ടണം എങ്ങോട്ടാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് നേരെ CNG അടിച്ചിട്ട് ബാക്കി നോക്കാട്ടാ. 330 എനിക്ക് കിട്ടിയേക്കണത് 231 രൂപ വേണ്ട ഫസ്റ്റത്തെ ഓട്ടത്തിൽ. ബാക്കി 100 രൂപ അവർ പിടിച്ച് കമ്മീഷൻ. ആഹാ, അടിപൊളി. കടവന്തരയിലില്ലട്ടാ. ഇനി നമുക്ക് വൈറ്റ്ലേന്ന് അടിക്കാൻ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഇല്ലെങ്കിൽ പിന്നെ പെട്ടിട്ടാ, സീനാണ്. വൈറ്റ്ല ജംഗ്ഷനിലെത്തിയിട്ടാ. അവിടെ സിഗ്നലിൽ കിടക്കണതാണ്. നമ്മുടെ ഹബിന്റെ സൈഡിൽ തന്നെ ഉണ്ട് കേട്ടോ CNG പമ്പ്. അവിടെ നമുക്ക് അടിക്കാം. നമ്മ ഒരു പമ്പ് മാത്രം ടാർഗറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിയോട്ടാ. CNG പമ്പുകൾ പല സ്ഥലത്തും എപ്പോഴും കംപ്ലൈൻ്റ് ആണ്. നമ്മുടെ തോപ്പുംപടിയും പമ്പൊക്കെ ഇപ്പം ഒരാഴ്ചയായിട്ട് അടച്ചിട്ടേക്കണേ. അപ്പോൾ CNGയുടെ കാര്യത്തിലും ചട്ടിയാണെന്നാണ് പറയണത് എല്ലാവരും കേട്ടോ. ശോകമാണ്. ഇനിയിപ്പോൾ ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാപ്പായി പോകട്ടോ. ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വെണ്ണല. അപ്പോൾ നമ്മൾ ഈ കത്തിച്ചടക്കണ വെറുതെ പോകും. പിന്നെ ഇതുവരെ ഒരു ട്രിപ്പ് വന്നിട്ടില്ല കേട്ടോ. വേറെ ട്രിപ്പൊന്നും നമുക്ക് വന്നിട്ടില്ല കേട്ടോ. ആകെ ഒറ്റ ട്രിപ്പ് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഒലയിലൊരു അടി അടിച്ചായിരുന്നു. നമ്മൾ ഈ ട്രിപ്പ് ഇങ്ങോട്ട് വന്നിട്ടിരിക്കുന്ന വഴിയിൽ ഒലയിലൊരു ട്രിപ്പ് വന്നായിരുന്നു. പക്ഷെ അത് എടുക്കാൻ പറ്റില്ല. കസ്റ്റമർ ഓൾറെഡി വണ്ടിയിലുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും വൈറ്റില നിൽക്കുന്നത്. ഇപ്പം സമയം 10:27 കേട്ടോ. ഗൈസ്, വൈറ്റില പമ്പിൽ നല്ല തിരക്കാണ്ടാ. എന്തായാലും ഞാനും കുത്തിക്കയറ്റി ഇട്ടിട്ടുണ്ട്. ഞാൻ CNG ഒക്കെ അടിച്ചിട്ടുണ്ട്. ഇപ്പം ട്രിപ്പാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ട്രിപ്പ് വന്നിട്ടില്ല കേട്ടോ. ഇപ്പം സമയം 10:52 ആകെപ്പാടെ 231 രൂപയാണ് ഉണ്ടാക്കിയേക്കണം. പിന്നെയുള്ള CNG അടിച്ച് കയ്യിലുള്ള പൈസ എല്ലാം ഞാൻ തീർത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്തായാലും ഓടി രക്ഷയുള്ളൂ. ഓടി ഈ CNG ഒക്കെ കാലിയാക്കിയാലേ നമുക്ക് പൈസ വരുള്ളൂ. ഗൈസ്, എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ വൈറ്റില പമ്പിൽ തന്നെ സൈഡാക്കി ഇട്ടേക്കണേണ്ട. ഫസ്റ്റത്തെ ട്രിപ്പ് കയറിയേക്കണത് 2 നേഴ്സുമാരായിരുന്നു കേട്ടോ. മെഡിക്കൽ റെസ്റ്റ് ഹോസ്പിറ്റലിലേക്കായിരുന്നു. അവർ നൈസായിട്ട് കമ്പനിയൊക്കെ അടിച്ച് ഇങ്ങോട്ട് പോകുന്നില്ല. ഞാൻ അവരെ കൊണ്ടാക്കി നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് നമുക്കിനി എങ്ങോട്ടേക്ക് കിട്ടുമെന്നൊരു പിടുത്തമില്ല. എന്തായാലും ഗൈസ് വന്നോടത്ത് വെച്ച് കാണാടാ.
ഒരു ട്രിപ്പ് അടിച്ചിട്ടില്ല ഇത്ര നേരമായിട്ട്. നോക്കാം വെയിറ്റ് ചെയ്യാം. ഗൈസ്, നമ്മുടെ പനമ്പള്ളി നഗറിൽ സ്ഥിര സ്പോട്ടിൽ വന്ന് കിടക്കണേണ്ടോ. പിന്നീട് ഒരു ട്രിപ്പ് പോലും അടിച്ചില്ല ഗൈസ്. നമ്മൾ ഈ 2 ട്രിപ്പ് ഇവിടെ വന്നല്ല CNG അടിക്കുന്ന ടൈമിൽ. ആ 2 ട്രിപ്പ് നമുക്ക് എടുക്കാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ടാണ് ഈ പ്രയോറിറ്റി പിന്നെ ഇങ്ങനെ കുറയണത്. പിന്നെ നമുക്ക് ട്രിപ്പ് വരൽ കുറവായിരിക്കും. സോ നമുക്ക് ട്രിപ്പ് എടുക്കാൻ പറ്റാത്ത സമയമൊക്കെ നമ്മൾ ഇത് ഓഫാക്കി ഇടണമായിരുന്നു നല്ലത് കേട്ടോ. മണ്ടത്തരം കാണിച്ചു. 2 ട്രിപ്പ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇനി അപ്പോൾ ഇത്രയും സ്ലോ ആയിട്ടായിരിക്കും ഇനി ട്രിപ്പ് വന്നത് കേട്ടോ. ഞാൻ ഓടാൻ തുടങ്ങിയിട്ട് 3 മാസമായി. സോ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചും പിന്നെ കുറേ ഡ്രൈവേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെയാണ് സംഭവം എന്ന്. അതൊക്കെ വെച്ച് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. അത് ഊബറിൻ്റെ ഒരു അൽഗോരിതം ഉണ്ട്, അത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കി പഠിക്കുക, അത്ര പറയാനുള്ളൂ. യാത്രയെ സംബന്ധിച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴൊക്കെ ഒരു ഓട്ടം വന്നു അത്രേ ഉള്ളൂ. ഒരു ചേട്ടൻ കൊണ്ടുവന്ന് തന്നതാ, കാലിന് സുഖമില്ലാതിരിക്കുന്ന ഒരു ചേട്ടനായിരുന്നു. ആ ചേട്ടൻ കൊണ്ടുവന്ന് തന്നേട്ടാ, ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വല്ല ലക്ക ഉണ്ടെങ്കിലോ. വൈറ്റിലേന്ന് എടുത്തത് 9-ാം തീയതി ആണ്ടോ ഡ്രോ, അതായത് ഇന്ന് 7-ാം തീയതി. സോ 2 ദിവസം കൂടി ഉള്ളൂ. 2 ദിവസം കൂടി കഴിഞ്ഞ് 25 കോടിയാണ് കേട്ടോ. അതൊക്കെ ലക്കുള്ളവർക്ക് കിട്ടും, അത്രേ ഉള്ളൂ. നല്ല ചൂടാണ്ട ഗൈസ്, ഒരു രക്ഷയില്ല. ഞാൻ തണലത്തോണ്ടെന്ന് വണ്ടി ഇട്ടിട്ട് നല്ല ചൂടാണ്. ഞാനിവിടെ വെക്കണ ഒരു ഫാൻ മേടിച്ചായിരുന്നു, പക്ഷെ അത് വണ്ടിയിൽ വെക്കാൻ പറ്റണ്ടായിരുന്നില്ല. 2 എണ്ണമായിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടും വൃത്തികേടായിരുന്നു. സോ ഞാനത് റിട്ടേൺ അടിച്ച്. ഇപ്പോൾ ഒരെണ്ണം ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പോൾ അത് നൈസായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. 3 ദിവസം കഴിയും വരാൻ. ഇതൊക്കെ ശരിക്കും ചൂടായിട്ടിരിക്കണം. എന്താ സംഭവം എന്നൊക്കെ അറിയാം. ഓഫാക്കിയിട്ടേക്കാം. കൈസ് ഒലയിലൊരു ട്രിപ്പ് വന്നിട്ടുണ്ടോ, 120 മീറ്റർ ഉള്ളൂ. പക്ഷെ ഒന്നും മനസ്സിലാണല്ലോ ഇത് എവിടെയാണെന്ന്. ലൊക്കേഷൻ ആ കാണുന്ന അപ്പാർട്ട്മെന്റ്സിൽ നിന്നുണ്ടോ, കൈരളി അപ്പാർട്ട്മെന്റ്സ് തൊട്ടടുത്ത് തന്നെ. ഗൈസ്, ഞാൻ ആ വണ്ടി കറക്റ്റ് ഇതിലേ കൂടി പാസ് ചെയ്തപ്പോഴാണ് എനിക്ക് അടി വന്നത്. തൊട്ടടുത്തായതുകൊണ്ടാണ്. വേറെ വണ്ടികളൊക്കെ അപ്പുറത്ത് ഇപ്പുറത്ത് കിടക്കുന്നുണ്ട്. എന്തോ ലക്കിൽ കിട്ടിയ ഒരു അടിയാണ്ടത്. ഞാൻ അപ്പാർട്ട്മെന്റ്സിൻ്റെ ഫ്രണ്ടിലിരിക്കണേണ്. വന്നിട്ടില്ല കേട്ടോ. ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, വന്നിട്ടില്ല. നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ കണ്ട, ഇത് റണ്ണിങ് അല്ലേ. അപ്പോൾ 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. ഇതിലിങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി മെസ്സേജ് അയക്കാം. മെസ്സേജ് അയച്ചു കഴിഞ്ഞ് അതിൽ 5 മിനിറ്റ് സമയം കാണിക്കും. ഈ 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തോ 15 രൂപ നമുക്ക് കയറും കേട്ടോ. അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഇതിലുണ്ട് കേട്ടോ. നമുക്ക് വെയിറ്റിംഗ് ചാർജും കൂടി കിട്ടും 5 മിനിറ്റ്സ്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ലോഡിങ് ആവട്ടോ. അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ കസ്റ്റമർ വന്നില്ലെങ്കിൽ കോൾ ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. ഗൈസ്, ആ കസ്റ്റമർ 5 മിനിറ്റ് ആകണേ മുമ്പ് തന്നെ എത്തിയിട്ടാ. താഴ്ത്ത് വന്നായിരുന്നു. അത് ഓൺലൈനായിരുന്നു കേട്ടോ ചെയ്തത്. 162 രൂപ കിട്ടി. 3 കിലോമീറ്റർ 12 മിനിറ്റ്. നമുക്ക് കിട്ടിയേക്കണം 123 രൂപ വേണ്ട ഒലയിൽ. ഇത് ഓൺലൈനായിട്ട് തന്നെയാണ് അവർ ചെയ്തേക്കണത്. ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ പെയ്ഡ് ഓൺലൈൻ എന്ന് പറഞ്ഞ് വരും കേട്ടോ. അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ കാശായിട്ട് തന്നെ മേടിച്ചേക്കണം, അല്ലെങ്കിൽ പെട്ടുപോകും. അങ്ങനെ ഇന്നത്തെ ദിവസം ആകെ 2 ട്രിപ്പാണ് നമുക്ക് കിട്ടിയേക്കണത്. ഊബറിലൊന്ന്, ഒലയിലൊന്ന്. ഊബറിൽ ഈ പറഞ്ഞ പോലെ ട്രിപ്പ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വള്ളി തരും നമുക്ക്. സോ രക്ഷയില്ല. നമ്മൾ പിന്നെ ആ CNG അടിക്കുന്ന ടൈമായിരുന്നു. അത് ഞാനത് വിട്ടുപോയി. കുറേ നാൾക്ക് ശേഷം ഓടിയതല്ലേ. അപ്പോൾ പഴയ ആ ഒരു സംഭവം വിട്ടുപോയി. ഇനിയിപ്പോൾ നടപടിയാകാത്ത കേസാണ്. ഇനി ഞാൻ സെറ്റാക്കും. എന്തായാലും ഗൈസ്, നമുക്ക് നോക്കാം. ഞാൻ അടുത്ത ട്രിപ്പ് ആര് തരുമെന്ന് നോക്കാം. ഞാനിപ്പോൾ നിൽക്കണത് നമ്മുടെ ലക്ഷ്മി ഹോസ്പിറ്റലാണ്ടോ. പനമ്പള്ളി നഗറിൽ നിന്ന് ലക്ഷ്മി ഹോസ്പിറ്റലിലേക്കായിരുന്നു കേട്ടോ ഓട്ടം വന്നത്. അപ്പം ഞാൻ ലക്ഷ്മി ഹോസ്പിറ്റലിൻ്റെ സൈഡിലുള്ള വഴിയിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് അവിടെ പോയി നിൽക്കാം. അവിടെ ഇത്തിരി കാറ്റൊക്കെ ഉണ്ടാവും. ഗൈസ്, ഊബറിലൊരു അപ്ഡേഷൻ വന്ന് നടക്കണം കേട്ടോ. അതും കൂടി ഒന്ന് എന്തായാലും അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തേക്കാം. ഫ്രണ്ടിലും ബാക്കിലും സൈഡിലായിട്ടൊക്കെ കുറേ വണ്ടികളാണ് കേട്ടോ ഇവിടെ. ഓട്ടം കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. ആകപ്പാടെ 4 മാസത്തിൽ 134 ട്രിപ്പാണ് ഞാൻ എടുത്തേക്കണത്. അതിൽ കണ്ട 4.99 റേറ്റിങ്സ് വന്നിട്ടുണ്ട്. അതിലൊരാൾ എനിക്ക് റിപ്പോർട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. എ റൈഡർ റിപ്പോർട്ടഡ് ദാറ്റ് ദ റേഡിയോ ഓർ മ്യൂസിക് വാസ് ഡിസ്റ്റർബിങ് വൈൽ ഓൺ ദർ ട്രിപ്പ് എന്ന്. ഇത് ഈ അടുത്ത് വന്നേക്കണ ഒരു റേറ്റിംഗ് ആണത്. സത്യത്തിൽ ഇങ്ങനെ ഒരു കസ്റ്റമർ കയറിയിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് ഡൗട്ടാണ്. ഞാൻ സത്യത്തിൽ ഇത് 4 സ്പീക്കറും വർക്ക് ചെയ്യാനുള്ള. സ്പീക്കർ വർക്ക് ചെയ്യാതെ ഇവർക്ക് എങ്ങനെ മ്യൂസിക് കേൾക്കാൻ പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്.
4 സ്പീക്കറും വർക്ക് ചെയ്യാതിരിക്കണത് ഇപ്പോൾ 1 മാസത്തിന് മേളിലായിട്ടാണ്. കാരണം അതിൻ്റെ മറ്റേ പ്ലഗില്ല, മെയിലും ഫീമെയിലും അത് വിട്ടിരിക്കണതാണ്. അപ്പോൾ ഞാൻ ഈ സിസ്റ്റത്തിൻ്റെ അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞ് കളമശ്ശേരിയിൽ കൊണ്ടുവന്ന് കടയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുവരെ പോയിട്ടില്ല, എനിക്ക് അവിടെ വരെ പോകാൻ. കാരണം അത് സോൾഡർ ചെയ്ത് വെക്കണമല്ലോ. സോൾഡർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരേ കട്ടർ ആടുമ്പോഴും പിന്നെ ഊരി പോകും. അത് മെയിലും ഫീമെയിലും പ്ലഗ് ആയതുകൊണ്ട് ഒരു ഊരി പോയതാണെന്നാണ് അവൻ പറയണത്. നമുക്കതെന്തായാലും ചെയ്യണം. ഇപ്പോൾ സമയം കിട്ടണ പോലെ നമുക്ക് എന്തായാലും പോവാട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, മ്യൂസിക് ഡിസ്റ്റർബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട്, അത് മനഃപൂർവ്വം കൊടുത്തേക്കണതാണ് ആരോ. എന്താ സംഭവിക്കണമെന്ന് എനിക്കറിയില്ല. ഇഗ്നോറിങ് റിക്വസ്റ്റ്. ഇത് നടന്ന കാര്യമായിരിക്കും. ഇത് എടപ്പള്ളിയിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം. എടപ്പള്ളിയിൽ ഒരു കസ്റ്റമർ ഇവിടെ വാ എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഞാൻ 4 സ്ഥലത്തും കറങ്ങിയിട്ടും കസ്റ്റമറെ കാണാനില്ല. എനിക്ക് വട്ടായിട്ട് ഞാനത് കട്ടാക്കി കളഞ്ഞതാണത്, മനസ്സിലായി. അപ്പോൾ ഇഗ്നോറിങ് റിക്വസ്റ്റ് അത് ചിലപ്പോൾ അത് ന്യായമാണത്. അവരെ തന്നെ റിപ്പോർട്ട് ചെയ്തതായിരിക്കോട്ടെ ചിലപ്പോൾ ഇത്. അപ്പോൾ അങ്ങനെ ഒരു 4.99 ഇത്രയും ദിവസം 5 സ്റ്റാർ ഉണ്ടായിരുന്നു എനിക്ക്. ട്രാപ്പാണ് എന്തായാലും. അങ്ങനെ റേറ്റിങ്സിലും ചെറിയ വ്യത്യാസം വന്നു കേട്ടോ. പിന്നെ എൻ്റെ വണ്ടി വിളിക്കാൻ നേരത്ത് എനിക്ക് കിട്ടണതേ എൻ്റെ ടെമ്പററി നമ്പറാണ് ഇതിൽ കിടക്കണത്. അത് ഞാൻ മാറ്റിയിട്ടില്ല. അതെങ്ങനെ മാറ്റുമെന്ന് എനിക്കൊരു പിടുത്തമില്ല. അത് ഞാൻ നോക്കട്ടെ. അക്കൗണ്ട്, ഡോക്യുമെൻറ്റ്സ്, ബാങ്ക് പാസ്ബുക്ക്, ഇതൊന്നും ഞാൻ കൊടുത്തിട്ടില്ലേ. ആകെപ്പാടി ഇത്ര സമയം കൊടുത്തിട്ടുള്ളൂ കേട്ടോ. സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് വേണ്ട, എൻ്റെ ടെമ്പററി നമ്പറാണ് ഇതിൽ കിടക്കണത്. പിന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ RC തന്നെ കൊടുത്താൽ പോരെ. RC തന്നെ ആയിരിക്കുമല്ലോ വയ്ക്കണം. RC എന്തായാലും അടിച്ചു നോക്കിയിട്ട് ചേഞ്ച് ആവാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ എന്തായാലും ഇത് രണ്ടിലും ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. RCയും ഫിറ്റ്നസ്സും ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി എന്താവും എന്തോ. ഇത്രയും ദിവസം ഞാൻ ടെമ്പററി നമ്പർ വെച്ചിട്ടാണ് ഓടിച്ചത് കേട്ടോ. ഇൻ കേസ് ഇനി എന്തെങ്കിലും ഇഷ്യൂ ആകണ്ടല്ലെന്ന് വിചാരിച്ച് ഞാൻ മാറ്റി കൊടുത്തതാണ്. കാരണം കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ എൻ്റെ വണ്ടി കാണുമ്പോൾ ആരും എൻ്റെ അടുത്തേക്ക് വന്നില്ല. കാരണം അവർ നമ്പർ നോക്കുമ്പോൾ നമ്പർ വ്യത്യാസം കാണിക്കണം. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും, എന്താണ് നമ്പർ ഇതല്ലല്ലോ എന്ന് ചോദിക്കും. ഫേക്ക് ടാക്സി വല്ലതും വിളിച്ച സെറ്റാണോ എന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പേരങ്ങോട്ട് വിളിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും സംഭവം സെറ്റാണെന്ന്. ഞാൻ പറഞ്ഞു, മാഡം ടെമ്പററി നമ്പറാണ്, RC കിട്ടിയിട്ടില്ല എന്നാണ് ഇത്ര ദിവസം ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് RC ഉണ്ട്, കിട്ടിയിട്ടുണ്ട്. സോ എന്തായാലും ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. കൈസ് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നണത് നമ്മുടെ ലക്ഷ്മി ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണെന്നാണ് തോന്നണം കേട്ടോ. എന്തായാലും ആ വഴി കൂടി തന്നെ കയറിപ്പോയി പിക്ക് ചെയ്യട്ടെ. നമ്മുടെ വീടിനെ അങ്ങോട്ടേക്ക് അടിച്ചേക്കണം കേട്ടോ. കുമ്പളങ്ങി സൈഡിലേക്ക് അടിച്ചേക്കണത്. 350 രൂപയാണ് അടിച്ചേക്കണത്. കമ്മീഷനില്ലല്ലോ, നമുക്ക് പോയി പിക്ക് ചെയ്യാം. കൈസ് ഞാനിപ്പോൾ കുമ്പളങ്ങി പള്ളിയുടെ സൈഡിലാണ്. അതേ പള്ളിയുടെ സൈഡിലാണ് അയക്കണത്. നമുക്ക് യാത്രയിൽ 337 രൂപ കാണിച്ചത്. 348 രൂപ അവിടെ നിന്ന് കാണിച്ചാലും 337 രൂപയാണ് നമുക്ക് ഇവിടെ എത്തിയപ്പോൾ കാണിച്ചേട്ടാ. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അവിടെ 337 റുപ്പീസ്. യെസ്, ഇവിടെ നിന്ന് തിരിച്ച് ഓട്ടം കിട്ടില്ല ശോകമായിരിക്കും. എന്തായാലും വെയിറ്റ് ചെയ്യാം. കുറച്ചൊരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നൈസായിട്ട് വീടിന് അങ്ങോട്ട് ചലിക്കാട്ടോ. എന്നിട്ട് വീട്ടിൽ കയറി ഫുഡ് അടിക്കാം. അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് അടിച്ച് വെറുതെ പൈസ കളയേണ്ട, വയറും ചീത്തേക്കണ്ടല്ലോ. എന്തായാലും പള്ളുരുത്തിയിലാണ് എൻ്റെ വീട്. ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു 5 കിലോമീറ്ററിൻ്റെ അടുത്ത് ഇല്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയി ഫുഡ് അടിക്കാം. ഇപ്പോൾ സമയം 1:08 ആകെപ്പാടെ 3 ഓട്ടം കിട്ടി. 337, പിന്നെ ഊബറിൽ 231, പിന്നെ ഒരു 130. അത്ര നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ലാസ്റ്റ് നമുക്ക് എത്ര കിട്ടിയെന്ന് നമുക്ക് നോക്കാം. എന്തായാലും സമയം ഇഷ്ടം പോലെ ഉണ്ട്. എന്തൊക്കെ ഇനി സംഭവിക്കണേന്ന് വഴിയേ കണ്ടോളൂ ഗൈസ്. ഞാൻ റാപ്പിഡോ ഓൾറെഡി സെറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം റാപ്പിഡോയും വന്നിട്ടുണ്ട്. ഡോണ്ട് ഫോർഗെറ്റ് ടു പേ അറ്റൻഷൻ യുവർ സറൗണ്ട് ആൻഡ് ഓൾവേസ് ഒബേ ദ ലോ. ഓക്കെ, ഇപ്പം റാപ്പിഡോയും കൂടി ഓടാൻ തുടങ്ങണം. ഇനി ടു ഏരിയ, ആഡ് ഏരിയ, ഇതൊക്കെ എന്താണാവോ ഗൈസ്. ഞാനിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. സെലക്ട് ഫ്രം മാപ്പ് കൊടുക്കാമല്ലേ. സെറ്റ് അഡ്രസ്സ് നമുക്ക് വള്ളൂരത്തിൽ അവിടെ എവിടെയെങ്കിലും കൊടുക്കാം. ഓഫ് ഡ്യൂട്ടി, ഓൺ ഡ്യൂട്ടി, ഇതാണ് നമുക്ക് വേണ്ടത്. സംഭവം സെറ്റായി ഗൈസ്. വെയിറ്റിംഗ് ഫോർ ഓർഡേഴ്സ്.
അപ്പോൾ അടുത്ത ഒരു ആപ്പും കൂടി നമുക്ക് കിട്ടി ഗൈസ്. സെറ്റ്. ഈ ഒരു ചുറ്റുവട്ടത്താണ് ഉള്ളതെന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലിങ്ങനെയൊക്കെ കാണിക്കുമല്ലേ. ഓക്കെ, അപ്പോൾ 1 2 3 4 ആപ്പായിട്ടാ. ഇൻഡ്രൈവ് എന്ന് പറഞ്ഞൊരു ആപ്പും കൂടി ഉണ്ട്, അത് നമുക്ക് വയ്യ ചെയ്യാം. ഇപ്പം കയറിയ കസ്റ്റമർ നമ്മുടെ ലക്ഷ്മി ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു കേട്ടോ കയറിയത്. അവർ ഒരു അമ്മമ്മോളായിരുന്നു. നല്ല രീതിയിൽ സംസാരിച്ചിട്ടൊക്കെ വന്നത്. അതായത് ഞാൻ ചോദിച്ചു മുഖത്തിന് എന്ത് പറ്റി, നമുക്ക് ചെറിയ നീരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പല്ല് എന്തോ വളർന്നിട്ട് അത് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞ് അങ്ങനെ നീരായി, അങ്ങനെ സീനൊക്കെ. അപ്പോൾ അവർ നമ്മുടെ പള്ളുരുത്തിക്കാരായിരുന്നു, നമ്മുടെ വീടിൻ്റെ സൈഡിൽ തന്നെ താമസിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞു ഞാനും പള്ളുരുത്തിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പള്ളുരുത്തിയാണല്ലേ, ഇപ്പം ഇങ്ങോട്ട് വന്നിട്ട് 2 മാസമായിട്ടുള്ളൂ, അങ്ങനത്തെ കഥയൊക്കെ ആയിരുന്നു. എന്തായാലും കഥയൊക്കെ കഴിഞ്ഞ് ഞാൻ കുമ്പളങ്ങി പള്ളീൻ്റെ അവിടെ അവരെ ഇറക്കി വിട്ടിട്ടാ. എന്തായാലും നമ്മുടെ വണ്ടി കയറുന്ന കസ്റ്റമറൊക്കെ നമ്മൾ സെറ്റാക്കിയാണ്ട് വിടണം. അടിപൊളിയാണ് ഗൈസ്. അരമണിക്കൂർ കഴിഞ്ഞിട്ടാ, ഒരു രക്ഷയില്ല. നമുക്ക് വീട്ടിൽ കയറി ഫുഡ് അടിക്കുക. എന്തായാലും ഇനിയിപ്പോൾ ഒരു 4-5 കിലോമീറ്റർ കാലി ഓടി പോകേണ്ടി വരും ഗൈസ്. അവിടെ കണ്ട, അവിടെ പോലീസുകാർ റോട്ടിൽ കൊണ്ടുവന്ന ഒരാൾ പാർക്ക് ചെയ്തിട്ട് പോയി വണ്ടി. ആ വണ്ടി തന്നെ കൈയിട്ട് ഹോൺ അടിച്ച് സീനാക്കണ്ടേട്ടാ. റോഡിലൊക്കെ പാർക്ക് ചെയ്തത് സീനാണ് ഗൈസ്. ഇവിടെയും എന്തോ വണ്ടി ഇടിച്ചിട്ടാ, മൊത്തം പ്രശ്നമാണ് എല്ലായിടത്തും ഗൈസ്. പേടിക്കാനൊന്നുമില്ലട്ടാ. ആ ചേച്ചി തലയിറങ്ങി വീണതാണ്, ഞാൻ ചെന്ന് നോക്കിയായിരുന്നിട്ടാ. അപ്പോൾ ഒന്ന് തലയിറങ്ങിയപ്പോൾ എല്ലാവരും കൂടി വന്ന് സപ്പോർട്ട് ചെയ്യണ കാഴ്ച ഉണ്ടാ നമ്മൾ കണ്ടത് കുറച്ചു നേരത്ത് മുമ്പ്. കേസ് ഞാൻ പാർക്കിങ്ങിൻ്റെ അവിടെ എത്തിയിട്ടാ. നമുക്ക് എന്തായാലും ഫുഡ് കഴിച്ച് വന്നിട്ട് ബാക്കി സെറ്റ് ആക്കട്ടെ. ഞാനിപ്പോൾ എല്ലാം ഓഫ്ലൈനിലേക്ക് പോകണം, അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കണ്ടേ. ഊബർ ഇതുവരെ ഒരു ട്രിപ്പ് വന്നിട്ടുള്ള. അപ്പോൾ നമ്മൾ ട്രിപ്പ് 2 പ്രാവശ്യമൊക്കെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കുറേ നേരത്തേക്ക് ഊബർ ട്രിപ്പ് തരൂല കേട്ടോ. എന്തായാലും ഞാൻ ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ട് എല്ലാം. അപ്പോൾ മച്ചാൻ പറയാം, ഫുഡൊക്കെ കഴിച്ച് ഒരു 3 മണിയാകുമ്പോൾ ഇറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇപ്പോൾ 1:40 ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇറങ്ങാം ഗൈസ്. ഞാൻ വണ്ടി കൊണ്ടൊന്ന് പാർക്ക് ചെയ്തിട്ടാ. അപ്പോൾ വൈപ്പറിൻ്റെ അവിടുത്തെ പുല്ല് ക്ലീൻ ചെയ്തപ്പോൾ കണ്ട ഒരു സാധനം, എന്തൊരു ജീവിയാണത്. കറക്റ്റ് മരക്കൊമ്പ് പോലെ ഇരിക്കണം. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, പോണെങ്കിൽ പോട്ടെ. ഇവിടെ നിറച്ചേ മരക്കൊമ്പ് വീണ് നടന്നു വെച്ച്, മറ്റേ ചെറിയ കൊമ്പുകൾ. എന്നാലും ഇതെന്ത് സാധനം അല്ലേ. വണ്ടി എന്തായാലും അവിടെ കിടക്കട്ടെ ഗൈസ്. ഇപ്പോൾ സമയം 3:22 ഞാൻ വണ്ടിയുടെ അടുത്ത് തന്നെ എത്തി. ഫുഡൊക്കെ കഴിച്ച് സെറ്റായിടാ. ആ സാധനം ഇതുവരെ പോയിട്ടില്ല, വള്ളിയാണല്ലോ. എന്താ അവിടെ തന്നെ ഇരിക്കട്ടെ അല്ലേ. നമുക്ക് അവനിട്ടെ കൊച്ചു മൊത്തം കറക്കാം. അങ്ങനെ ഗൈസ്, നമ്മൾ എല്ലാ ആപ്പും ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി ഫുഡ് അടിക്കാൻ പോയപ്പോൾ ഞാൻ എല്ലാം ഓഫാക്കിയായിരുന്നു. ഇപ്പോൾ ഒന്നും കൂടി ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഈ മച്ചാൻ വൈപ്പർ വിട്ട് പോണില്ലല്ലോ. ഇത്തിരി വെള്ളം അടിച്ച് നോക്കിയാലോ. അയ്യോ, അതിൽ തന്നെ ഇരിക്കണേണ്ട. വേണ്ട വൈപ്പർ ഇട്ടിട്ട് പോയില്ലേ, ഇറങ്ങി പോടാ. ഇറങ്ങി പോടാ. വൈപ്പറി കിടന്നടി. ഇതാണ് ഞാൻ പുറത്തിറങ്ങി ഓടിച്ചാൽ ഞാൻ ഈ സാധനം വല്ല മേത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിലേ എനിക്ക് ഈ ഫുഡിന് ചില അലർജിയൊക്കെ ഉള്ളതാണ്. അപ്പൊ ഈ സാധനമൊക്കെ കാണുമ്പോൾ തന്നെ എൻ്റെ ശരീരമൊക്കെ ഇങ്ങനെ തടിച്ച് പൊങ്ങി വരാറൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിനെ അധികം എടുക്കാത്തത് കേട്ടാ. ആള് കണ്ടിട്ട് തന്നെ ഒരു ഇടങ്ങേറ്. അയ്യോ, എന്തായാലും ഫ്രണ്ടിൽ തന്നെ ഇരിക്കണ്ടേട്ടാ, അവിടെ തന്നെ ഇരിക്കട്ടെ. പോണില്ല സാധനം. കുമ്പളങ്ങിയിലേക്ക് ഓട്ടം കിട്ടി, എന്തായാലും നന്നായി. വീട്ടിൽ കയറി ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടോ. 3:30 മണിയായി. ഓണാക്കിയിട്ടുണ്ട്. അടിയൊന്നും ഒന്നല്ല. പുറത്ത് നല്ല കാറ്റൊക്കെ ഉണ്ട്, പക്ഷേ അകത്ത് നല്ല ചൂടാണ്ട കേസ്. എന്നാലും ഇതെന്ത് ജീവിയല്ലേ. അയ്യോ, കണ്ടിട്ട് തന്നെ ഒരു ഇടങ്ങേറ്. മറ്റേ ഗ്രാസ് ഹോപ്പറല്ലേ, അതിനെന്തോ പരിണാമം സംഭവിച്ച പോലെ ഉണ്ട് കേട്ടോ. കേസ് എനിക്കിപ്പോൾ ഒരു എയർപോർട്ടിലേക്ക് ഒരു ട്രിപ്പ് വന്നിട്ടോ. അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. വന്നിട്ട് അപ്പം തന്നെ പോയി നെക്കി. ഞാൻ മാച്ച് എന്ന് പറഞ്ഞ് നിൽക്കിയപ്പോൾ വേറെ ഡ്രൈവർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. റഡാർ ട്രിപ്പ് ആയതുകൊണ്ടേ നമുക്ക് കിട്ടൂലല്ലോ. പിന്നെ എനിക്ക് എയർപോർട്ട് ട്രിപ്പ് കാണാൻ ഇഷ്ടമല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോസ്റ്റ് അടിച്ച് മരിക്കും, അല്ലെങ്കിൽ പിന്നെ കാലിയോടി ആലുവ വരും. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറ്, അവിടെ തന്നെ നിൽക്കാറൊന്നുമില്ല. പോസ്റ്റ് അടിച്ചില്ല, വെറുതെ ശോകമായിരിക്കും. ഇവിടെയുള്ള കുറേ
കൂട്ടുകാരന്മാരൊക്കെ എയർപോർട്ട് ട്രിപ്പ് മാത്രം നോക്കി ഓടുന്നുണ്ട് കേട്ടോ. അവരവിടെ കൊണ്ടുപോയി വണ്ടി ഇടുന്നു, വണ്ടി ഇട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ 1500 1800 രൂപയൊക്കെ ആവുമല്ലോ. അങ്ങനത്തെ ട്രിപ്പ്, ഒറ്റ ട്രിപ്പ് മാത്രം എടുക്കും. അപ്പോൾ അങ്ങനെ എനിക്ക് പോസ്റ്റ് അടിക്കാൻ വയ്യ ഗൈസ്, അതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു കാര്യമാണ്. വണ്ടി അധികം ഓടണല്ല, നേരെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകുന്നു, എയർപോർട്ടിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ നമ്മുടെ ഈ കൊച്ചിനെ സംബന്ധിച്ച് എയർപോർട്ടിലേക്ക് വരെ എത്തുമ്പോൾ ഒരു 900 to 1000 റുപ്പീസൊക്കെയാണ് നമുക്ക് ഊബർ വഴി കിട്ടണമല്ലോ. കമ്മീഷൻ കഴിഞ്ഞിട്ട്, കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ വന്നത് എന്തോ അത്ര റേറ്റൊക്കെ ഉള്ളൂ. നമുക്ക് തിരിച്ച് റിട്ടേൺ വരുമ്പോൾ സെയിം 900-1000 രൂപ ഉണ്ടെങ്കിൽ അപ്പോൾ 2000 റുപ്പീസ് കറക്കി എടുക്കാം. ബാക്കി CNG അടിച്ച് സെറ്റായിട്ട് ഇങ്ങോട്ട് പോരാലോ. അപ്പോൾ അത് അങ്ങനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് നല്ലൊരു ഓട്ടമാണ്. പോസ്റ്റ് അടിച്ചാലും വണ്ടി ഓടണല്ല, വണ്ടി നേരെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് മൂലക്ക് എവിടെയെങ്കിലും ഇടുന്നു, അടി വരാൻ നേരത്ത് മാത്രം തിരിച്ചെടുത്തുകൊണ്ട് പോരുന്നു. അങ്ങനെ നൈസാണ്. പക്ഷെ പോസ്റ്റ് അടിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് എനിക്കതിനോട് താല്പര്യമില്ലാത്തടാ. ഏതായാലും ഇപ്പോൾ വന്ന ട്രിപ്പ് ഞാൻ എന്തായാലും ആക്സെപ്റ്റ് ചെയ്തേനെ. കാരണം നമ്മുടെ ടാർഗറ്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് കാലി ഓടി ആലുവ വന്ന് എന്നിട്ട് കിടന്ന് കറങ്ങാലൊക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചു. പക്ഷേ അത് നമുക്ക് ദൈവം തന്നില്ല. എന്തായാലും നന്നായി ദൈവം തരാനത്. എന്നാലും ഈ ചെറുത്താമ്പത്തി നമ്മളെയും കൊണ്ടേ പോകുള്ളൂ കാണണ്ട. വണ്ടിയിലൊരു മാൻഡ്രേക്ക് കയറിയിരിക്കുന്നുണ്ട്. ഇനി അവൻ കയറിയിരിക്കണോണ്ടായിരിക്കും ട്രിപ്പ് പോയത്. മാൻഡ്രേക്കെ നീ ഇറങ്ങി പോടാ. മാൻഡ്രേക്കെ ഇപ്പം പോണില്ല കേട്ടോ. അതുകൊണ്ടോ സോപ്പ് പതേക്കിട്ട് ഞാൻ പതപ്പിച്ചിട്ടും പോണില്ല. ഞാൻ അവിടെ വെള്ളം കുടിച്ച് ആസ്വദിക്കണ ജൂനിയർ മാൻഡ്രേക്കാണ് കയറിയേക്കണടാ വണ്ടിയിൽ. ഇറങ്ങി പോടാ. എന്തൊരു സീനാണിത്. ആണാ അവൻ വെള്ളം കുടിച്ച് ആസ്വദിക്കണേ. വയറ്റിളക്കം പിടിക്കുമ്പടേ. ഇത് സോപ്പ് വെള്ളമാണ്. ഒന്നുകൂടി സെറ്റി പോയി എങ്ങോട്ട് പോയി? വണ്ടിയുടെ ബോണറ്റിലേക്ക് പോയിട്ടാ ഇരിക്കട്ടെ. പെട്ട് ഇവൻ എന്നെ വിട്ട് പോണില്ലല്ലോ. അച്ഛൻ നൈസായിട്ട് പയ്യെ നടന്ന് പോകണ്ട കേട്ടോ. മതിലി പോയി കുറച്ചേരം. ആലോചിക്കണേണ് മടി. അവൻ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. ഇത്ര വലിയൊരു സാധനത്തിന് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. മറ്റേ അടക്കാക്കിളീനൊക്കെ പോലെ ഇരിക്കണം. കാലും കൈയൊക്കെ പൊക്കണ്ട് കേട്ടോ. ദൈവമേ, കുട്ടിച്ചാതന്നെ ഇറങ്ങി പോണില്ലല്ലോ. ഞാനവനെ കുളിപ്പിച്ചല്ല. അപ്പൊ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് പോകാനുള്ള പ്ലാനിങ് ആയിരിക്കും കേട്ടോ. പെട്ടെന്ന് പോയിക്കോട്ടെ, എനിക്ക് അടി വന്നാൽ ഞാൻ നിന്നെയും കൊണ്ട് പോവും. ബഡ്ഡി അവിടെ സീനുണ്ട. ബഡ്ഡി അവിടെ ഒന്ന് മുഖമൊക്കെ തുടച്ച് ലെവലാക്കി അങ്ങനത്തെ സെറ്റപ്പ് വേണ്ട. ബഡ്ഡി അവിടെ ഇരുന്ന് മുഖം തുടക്കട്ടെ. നമുക്കിതിൽ എന്തെങ്കിലും ബഡ്ഡിയാവുമെന്ന് നോക്കട്ടെ. ഗൈസ്, നമുക്ക് വണ്ടി ഒന്ന് അനക്കിടാട്ടോ. ഇവിടെ നിന്നിട്ട് രക്ഷയില്ലെന്ന് തോന്നുന്നു. കുറച്ചും ഫ്രണ്ടിലോട്ട് കയറ്റിയിടാം. ആ വണ്ടിയിൽ, നമ്മുടെ വണ്ടിയിൽ കുട്ടിച്ചാത്താൻ കിടന്ന് ഉറങ്ങണേള്ള ആണ്ടാ. കുട്ടിച്ചാത്താൻ ഇറങ്ങി പോയിട്ടില്ലടാ. അവൻ പോണില്ല, അവനവിടെ കിടന്ന് ഉറക്കോയി. കുട്ടിച്ചാത്താൻ കൂടി എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് ഇപ്പം എൻ്റെ അവസ്ഥ. അവൻ കയറിയിട്ടാണ് ഇനി ഒരു ഓട്ടം പോലും വരാത്തത്. അരമണിക്കൂറായിട്ട് പോസ്റ്റാണ്ടാ. ഞാൻ പള്ളുരുത്തിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് മാറ്റി ഇട്ടിട്ടുണ്ട്. എന്നിട്ടൊന്നും രക്ഷയില്ല. മിക്കവാറും ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. വണ്ടിയിൽ കുട്ടിച്ചാത്താൻ കയറി. ഇപ്പം സമയം 4:34 കേട്ടാ. 1.5 മണിക്കൂറായി നമ്മൾ ഇറങ്ങിയിട്ട്. ഒരു ട്രിപ്പും ഇല്ലടാ. ഇപ്പം ആറ്റുനോട്ട് എനിക്കൊരു ട്രിപ്പ് നമ്മുടെ ഒരു കമ്പനിക്കാരൻ തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക്, ഫോർട്ട് കൊച്ചിയിൽ നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടിട്ടാ. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല റേറ്റും കാര്യങ്ങളൊക്കെ. അവർ തന്നെ പോലെ ഇരിക്കും. നമുക്ക് എന്തായാലും ആ ട്രിപ്പ് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ലക്കിന് വന്നേക്കണേ. കുട്ടിച്ചാത്തൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഒരു നല്ലൊരു കസ്റ്റമർ ആയിരുന്നു കയറിയേക്കണത്. ഈ ട്രിപ്പ് എനിക്ക് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഫോർട്ട് കൊച്ചി കുന്നുംപുറത്താണ് നിൽക്കണത്. കുന്നുംപുറത്തുള്ള ഒരു ജ്വല്ലറിലേക്കാണ് ഇവർ വന്നേക്കണത്. നടുവിന് ബെൽറ്റൊക്കെ ഇട്ട ഒരു പ്രായമായിട്ടുള്ള ഒരു ചേട്ടനും വൈഫും ഇതൊക്കെ ഉണ്ടാക്കി കയറിയേക്കണത്. ഇവർ തിരിച്ച് റിട്ടേൺ ഇടക്കൊച്ചിലേക്ക് ആക്കണമെന്നാണ് പറഞ്ഞേക്കണേ കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഊബർ ഫെയർ തന്നെ മേടിക്കാം. എന്തായാലും ഇന്നത്തെ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. എങ്ങനെയൊക്കെ കറങ്ങിത്തിരിഞ്ഞ ഒരു ട്രിപ്പ് കയറി വന്നേന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാലേ. നമ്മ എത്ര നേരം പോസ്റ്റ് അടിച്ച് അതായത് കറങ്ങിത്തിരിഞ്ഞ് വന്നാണ്ട ട്രിപ്പൊക്കെ. അപ്പം ലക്കുണ്ട്. പിന്നെ
നമ്മുടെ കുട്ടിച്ചാത്തൻ നമ്മളെ വിട്ട് പോയിട്ടില്ലട്ടാ. കുട്ടിച്ചാത്തൻ ഇരിക്കണ ഇരിപ്പണ്ട. കുട്ടിച്ചാത്തനെ ഞാൻ ഇന്ന് വണ്ടിയിൽ വെച്ചേക്കണേ. കുട്ടിച്ചാത്തൻ ഇനി പോകണല്ല, ഞാൻ എന്തെങ്കിലും ലഡു ഒക്കെ മേടിച്ചു കൊടുത്തോളാം, അവനെ വളർത്തിക്കോളാം ഞാൻ. ഇപ്പൊ ഇവിടം വരെ വന്നിട്ട് അവൻ പോയിട്ടില്ല, പാവട്ടാ. ഗൈസ് ഇവര് 15 മിനിറ്റ് പറഞ്ഞിട്ട് 6-8 ഇതുവരെ വന്നല്ല. ജ്വല്ലറിന്റെ ഉള്ളിൽ കയറിയേക്കണേ. എന്നാൽ ഈ കുട്ടിച്ചാത്തൻ എന്താണ് ഫ്രണ്ടിൽ തന്നെ ഇരിക്കണല്ലേ, നമ്മളെ വിട്ട് പോവാത്തത്. ഗൈസ് ഇപ്പൊ സമയം 7:10. ഇന്നത്തെ ടാർഗറ്റ് 2000 ആണെന്നുണ്ടെങ്കിലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. കാരണം അച്ചീവ് ചെയ്യാം, 9 മണി വരെയൊക്കെ ഓടിക്കഴിഞ്ഞാൽ മാക്സിമം ഒരു 1500-600 വരെയൊക്കെ ഒപ്പിക്കാൻ പറ്റുമായിരിക്കാം. പക്ഷേ ഞാൻ കുറച്ച് ടയേർഡായിപ്പോയി. മീൻസ് നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ കയറിയ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടുവിന് ബെൽറ്റൊക്കെ ഇട്ട് ആകെ ആവശ്യമായിട്ടുള്ളൊരു കസ്റ്റമർ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവരെന്തോ അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി എന്തോ ഗോൾഡൊക്കെ പണയുമ്പോൾ കമ്പനി ആയിട്ടാണ് മാക്സിമം അവർ നമ്മുടെ കാറിൽ കയറുന്ന കസ്റ്റമറൊക്കെ കമ്പനി ആവുമല്ലോ. നമ്മൾ സംസാരിച്ച് അപ്പോൾ ഒരു പ്രായമുള്ളൊരു അമ്മയും ഒരു ചേച്ചിയും ഒരു ചേട്ടനുമാണ്. അതായത് നമ്മുടെ അപ്പൻ്റെ അമ്മയുടെയൊക്കെ പ്രായം ഉണ്ടാവും കറക്റ്റ്. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് മക്കളൊക്കെ എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചത്. അപ്പോൾ അവർക്ക് മക്കളില്ല. അപ്പോൾ അവർ ഒറ്റയ്ക്കാണ് താമസിക്കണം. KSRTC ബസ്സിൽ നിന്ന് ഒരു വണ്ടി ഇടിച്ച ഒരു സംഭവം പറഞ്ഞായിരുന്നു, ന്യൂസിലൊക്കെ കാണിച്ചതാണ്. ഏതോ മണ്ണാർക്കാട് ആ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് ഇടിച്ചേക്കണം. അപ്പോൾ ആ ഇടിക്കണതിൽ ഏറ്റവും കൂടുതൽ ആഘാതത്തിൽ നട്ടലിനൊക്കെ നല്ല എട്ടിൻ്റെ പണി കിട്ടിയേക്കണ ഒരു ചേട്ടനായിരുന്നു നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നത്. ആ ചേട്ടൻ്റെ ചികിത്സക്ക് വേണ്ടി ആ ചേച്ചിയുടെ ഗോൾഡും കാര്യങ്ങളൊക്കെ പണയം വെക്കാനും വിൽക്കാനൊക്കെയാണ് പോയേക്കണെന്നുള്ള ഒരതാണ്. എൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ ഗോൾഡൊക്കെ വിറ്റ് തീരാറായി മോനെ, അപ്പോൾ അതിൻ്റെയൊക്കെ ചികിത്സക്ക് വേണ്ടിയാണെന്നൊക്കെ ഉള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ നമുക്ക് പേഴ്സണൽ ട്രിപ്പ് തന്നപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചത് ഊബർ ഫെയർ മേടിച്ചാൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെയുള്ള രീതിയാണ്. ഊബർ ഫെയർ അല്ല കേട്ടോ, ഒലേ ഫെയർ. അപ്പോൾ എന്തോ നമ്മുടെ പള്ളുരുത്തിൽ നിന്ന് ഫോർട്ട് കൊച്ചി ഒരു 240 രൂപ കാണിക്കണത്. പിന്നെ തിരിച്ച് അവർ ഇടക്കൊച്ചിലേക്കായിരുന്നു കൊണ്ടുപോകേണ്ടത് അവരെ. അപ്പോൾ 280 രൂപയാണ് കാണിച്ചത് കറക്റ്റ്. പക്ഷേ ഇതിൽ ഒരു 1.5 മണിക്കൂറോളം നമ്മളവിടെ പോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു പോകുന്നു. അപ്പോൾ വെയിറ്റിംഗ് ചാർജ് എന്തെങ്കിലും നിസ്സാര എമൗണ്ട് മേടിക്കും, ഒരു 100 രൂപയ്ക്ക് 100 രൂപ മേടിക്കാമല്ലോ എന്നുള്ള മൈൻഡായിരുന്നു എനിക്ക്. തിരിച്ചു വന്നപ്പോഴാണ് കൂടുതൽ അവർ കമ്പനി ആയത്. കമ്പനി ആയി കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ അവരുടെ കഥയുടെ എനിക്ക് തന്നെ സെൻഡ് ആയി ഗൈസ്. സീനായിരുന്നു പുള്ളിയുടെ കഥയൊക്കെ. ഒരു വല്ലാത്തൊരു ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഫാമിലി. അപ്പോൾ ഞാൻ അവരുടെ വീടിൻ്റെ നമ്മുടെ കാറ് കയറുന്ന ഒരു വഴി തന്നെയായിരുന്നു. അപ്പോൾ അവർ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടാക്കി. ലാസ്റ്റ് അവരെൻ്റെ അടുത്ത് പറഞ്ഞു ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. എനിക്കത് മതി. പിന്നെ 520 റുപ്പീസ് അവരെനിക്ക് കറക്റ്റായിട്ട് തന്നിട്ടാ. അതായത് ഈ എമൗണ്ട് തന്നെ അവരെനിക്ക് കറക്റ്റായിട്ട് തന്നു. പിന്നെ വരണ വഴിക്ക് ഒരു ലോട്ടറി കട ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് മോൻ ഞങ്ങൾക്കൊരു ലോട്ടറി എടുത്ത് തരുമോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇന്നെടുത്ത ലോട്ടറിയും കാണിച്ചു കൊടുത്ത്. അങ്ങനെ 3992 വരുന്ന ഒരു നമ്പറും ഞാൻ അവർക്ക് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടാ. ഞാൻ പറഞ്ഞത് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓർക്കണോട്ടാ. ഭയങ്കര കമ്പനിയായി. അവർക്ക് പ്രായമായിട്ടുള്ള ആൾക്കാരാണ് കേസ്. അപ്പോൾ നല്ലൊരു ഫീൽ ഗുഡ് എനിക്ക് കിട്ടിയിട്ടാ. അപ്പോൾ ആ ഒരു ഫീൽ ഗുഡിലൂടെ ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. കാരണം ഇടക്കൊച്ചിയിലേക്കായിരുന്നു ഡ്രോപ്പ്, ഇനി വീട്ടിലേക്ക് കയറാമെന്നുള്ള മൈൻഡായി. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനാണ്. ഇന്ന് നമുക്ക് സമ്പാദിക്കാൻ പറ്റിയ എന്തോ 1000 എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. 212, 337, ഒരു 120, പിന്നെ ഇപ്പോൾ കിട്ടിയ 520 റുപ്പീസ്. അപ്പോൾ 300 ഏകദേശം ഒരു 1000 രൂപ അത്ര നമ്മൾ ഇന്ന് സമ്പാദിച്ചിട്ടുള്ളൂ കേട്ടോ. അതിൽ നമ്മൾ ബമ്പർ എടുത്തില്ലേ 500. മറ്റന്നാളിന് റിസൾട്ടൊക്കെ വരുമായിരിക്കും. പിന്നെ നമ്മുടെ കുട്ടിച്ചാത്തൻ അവിടെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. അവൻ ഇതെല്ലാം കണ്ടോണ്ട് ഇരിക്കണണ്ട മച്ചാന്നണ്ട ഫ്രണ്ടിലിരിക്കണ്ട്. കാണിച്ചു തരട്ടെ. ഞാൻ ഇത്രയൊക്കെ കഴുകിയിട്ടും അവൻ എന്നെ വിട്ട് പോയിട്ടില്ല. അവൻ ഫ്രണ്ടിൽ തന്നെ ഇരിക്കണ. ഇത്രയൊക്കെ സ്ഥലത്ത് നമ്മൾ കറങ്ങി, എന്നിട്ടും നമ്മുടെ കുട്ടിച്ചാത്ത മച്ചാൻ ഫ്രണ്ടിൽ ഇരിക്കണ ആഴ്ചയാണ് നിങ്ങൾ കാണാൻ പറ്റണത്. ഇവിടെ വെളിച്ചില്ലാത്തതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. അതിൻ്റെ ഇടയിൽ ചെറിയൊരു മഴയൊക്കെ പെയ്ത്, എന്നിട്ട് പോലും ആ മച്ചാൻ എന്നെ വിട്ട് പോയില്ലട്ടാ. എന്തായാലും ഞാൻ അവനെ ഓടിക്കണില്ല. അപ്പോൾ നമ്മുടെ ഈ യാത്രയിൽ ഇങ്ങനെയും കുറച്ച് സംഭവങ്ങളൊക്കെ പരിചയപ്പെടാൻ പറ്റും. പിന്നെ അവരെനിക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ സംഭവം തന്നിട്ടാ, ഇത് മോൻ വെച്ചോന്ന് പറഞ്ഞിട്ട് ഇത് അവരെനിക്ക് തന്നാണ്ട. ഞാൻ വേണ്ട എനിക്ക് കുടിവെള്ളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഇത് ഞങ്ങൾക്കൊരു സന്തോഷത്തിന് വേണ്ടിയാന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാ. അങ്ങനെ തന്നതാണ് അവരിത്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഗൈസ് ഇതായിരുന്നു. നമ്മൾ ഇന്ന് ടോട്ടൽ ഓടിയേക്കണത് 54 കിലോമീറ്റർ മാത്രമാണ് ഇന്ന് ഓടിയേക്കണത്. 54 കിലോമീറ്ററിലാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾക്ക് ഉണ്ടായത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഇനി വലിച്ചു കെട്ടി കൊളോകണില്ല. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അത് നമുക്ക് എന്തെങ്കിലും അത് തിരിച്ച് തരുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കർമ്മ എന്ന് പറഞ്ഞ സംഭവമില്ലേ, നമ്മൾ പണ്ടൊക്കെ പറയുമായിരുന്നില്ല വീഡിയോ എടുക്കുമ്പോൾ, ആ സംഭവം നമുക്ക് തിരിച്ച് വരും. നല്ലത് ചെയ്താൽ നല്ലത് വരും. അപ്പോൾ എല്ലാവരും നല്ലത് ചെയ്യുക, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്താണെന്ന് വെച്ചാൽ മാരെ ഇനി ഞാൻ ഡെയിലി വ്ളോഗ് ചെയ്യാനുള്ള ഒരു അതിലാണ് നിൽക്കുന്നത്. ഇനി എന്തായാലും എല്ലാ ദിവസവും നല്ല വ്ളോഗൊക്കെ ആയിട്ട് വരാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം. ഇനി സ്ഥിരമായിട്ട് ഓടാനുള്ള പരിപാടിയുണ്ട് കുറച്ച് ദിവസത്തേക്കൊക്കെ. അപ്പോൾ മാക്സിമം ഞാൻ ഓടുന്ന ദിവസങ്ങളിലൊക്കെ വീഡിയോ എടുക്കാനുള്ള പരിപാടി നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. പിന്നെ കസ്റ്റമറൊക്കെ കാണിക്കുന്നത് ഷോ ആയിട്ടുള്ള ഏർപ്പാടല്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതെ അവരെയൊക്കെ. അവർ പറഞ്ഞ ഡയലോഗ് എനിക്ക് വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. അതൊക്കെ എൻ്റെ മനസ്സിൽ തന്നെ നടക്കട്ടെ. കാരണം ഓരോരുത്തരുടെ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ കേട്ട് അത് എല്ലാവരും ശോകവും ഇങ്ങനെയും കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ ആരോഗ്യത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കണം. അപ്പോൾ എപ്പോഴും അടിച്ചു പൊളിച്ച് നടക്കണ ആൾക്കാരൊക്കെ ഉണ്ടാവും. നമുക്ക് ഒരു ഇത്തിരി ചെറിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ, ചെറിയ നട്ടലിനൊക്കെ ഒടിവൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8ന്റെ പണി കിട്ടുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടാ. ഈ ഒരു കസ്റ്റമറിൻ്റെ ഒരു അതിലൂടെ എനിക്ക് മനസ്സിലായി. സോ അപ്പോൾ എല്ലാവരും നമ്മുടെ ആരോഗ്യം നോക്കുക. ഈ ദുശീലങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കി നമ്മുടെ ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ, അടിച്ചു പൊളിച്ച് നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മുടെ ആരോഗ്യം സെറ്റാക്കാൻ നോക്കാട്ടോ. എനിക്ക് ഇന്ന് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനുള്ളത് അതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ മരിച്ചിട്ട് നോക്കണില്ല, നാളെ എന്തായാലും രാവിലെ തന്നെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ മച്ചാൻ. നല്ലത് ചെയ്താൽ നല്ലത് എനിക്ക് കിട്ടും ഉറപ്പാണ്. എടാ മോനെ, സമയം എത്ര മണിയാണെന്നറിയോ? 7:18. എന്നിട്ട് നീ പോണില്ലേ? കുട്ടിച്ചാത്ത ഇവിടെ തന്നെ ഇരുന്നോ? നാളെ കാണാം. ബൈ ബൈ. നാളെ രാവിലത്തേക്ക് ഇവൻ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും മച്ചാനെ, ഇന്നത്തെ യാത്രയിൽ നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു.